എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് നവംബർ 16-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ചൊരു സർക്കുലർ ഉണ്ട്. അതായത് പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് കോഴ്സ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ സർക്കാർ ഉത്തരവ് പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് കൂടി ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPASൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ഓഫീസിലാണ് ഈ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും മറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നാളെ, അതായത് ഈ നവംബർ 16-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടണം. അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുള്ളൂ. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തിനകം പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് 2 രീതിയിലാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഒന്ന്, ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്കൊരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് വെച്ചിട്ട് അടക്കാം. ആ ടോക്കൺ ഫീ പേയ്മെൻറ്റിൽ ഈ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ട് അടക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഓൺലൈനാണ്. അപ്പോൾ ബാങ്ക് വഴി അടക്കുകയാണെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഫീ പേയ്മെൻറ്റ് അടക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് ഏകദേശം ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. കാരണം ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിലും നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതായത് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിലും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. കാരണം നിങ്ങൾ എങ്ങനെ ഈ ഒരു ജോയിൻ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ ജോയിൻ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരം 5 മണിക്കകം പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ ഇനി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്താൽ, അതായത് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ടഡ് എന്നും അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകാവുന്നതും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഓൾറെഡി മുൻപ് എവിടെയെങ്കിലും കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവിടെ ഈ ഒരു മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് മെമ്മോ വന്നത് കാണാൻ സാധിക്കും. അതേസമയം ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ലോഗിൻ ചെയ്ത പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ
ഈ ഒരു 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അതായത് ഈ ഒരു ഓപ്ഷനല്ല, ഇത് ഈ ഒരു ഇൻഡെക്സ് പേജ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ലോഗിൻ ചെയ്ത പേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റിൻ്റെ, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്, അതുപോലെ ഫീസ് ആനുകൂല്യം ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, SC ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC BC OBC, അതുപോലെ തന്നെ ഈ ഒരു OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 2 ഫോട്ടോ, അതുപോലെ തന്നെ PTF ഫണ്ട് ഏകദേശം ഒരു 3000ഓളം രൂപ വരും. അപ്പോൾ ആ ഒരു പൈസയും, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 81,000ഓളം രൂപ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പൈസ കൂടി എടുത്തിട്ട് നാളെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.